ഹലോ ട്രേഡേഴ്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഫെബ്രുവരി 19 ബുധനാഴ്ച ദിവസമാണ്. അപ്പം നമുക്ക് നാളെ നിഫ്റ്റിയുടെ വീക്കിലി എക്സ്പയറി ഡേയും കൂടിയാണ്. അപ്പം നമ്മുടെ മാർക്കറ്റ് ഒരു ക്രൂഷ്യലായിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവലിൽ ആണ്, ഒരു മേക്ക് ഓർ ബ്രേക്ക് ലെവലിൽ മാർക്കറ്റ് നിൽക്കുകയാണ്. അപ്പം മാർക്കറ്റ് 2-3 ദിവസമായിട്ട് നിങ്ങൾക്ക് ഇപ്പോഴും നിഫ്റ്റിയുടെ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ നോക്കിയാൽ കാണാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ ജനുവരി 27 ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ ലോയെ മാർക്കറ്റ് റെസ്പെക്ട് ചെയ്തുകൊണ്ട് 3-4 ദിവസമായിട്ട് ആ ലോയെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് നോക്കി അവിടെ കാണാൻ പറ്റുന്ന ഒരു കാര്യം കഴിഞ്ഞാൽ ഫെബ്രുവരി 12 അത് കഴിഞ്ഞ് ഫെബ്രുവരി 14 ആ 2 ദിവസങ്ങളിലും ലോങ് ലോവർ വീക്ക് ഉള്ള ഒരു ക്യാൻഡിലാണ് ഡെയിലി ടൈം ഫ്രെയിമിൽ ഫോം ചെയ്തിരിക്കുന്നത്. അതിനർത്ഥം ഈ ഒരു ലെവലിൽ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ബയേഴ്സ് ഉണ്ടെന്നുള്ളതാണ് കാണിക്കുന്നത്. അതിനെ ശരിക്കും പറഞ്ഞാൽ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിലാണ് ഫെബ്രുവരി 17 മൺഡേയിൽ ഒരു ഗ്യാപ് ഡൗൺ ആയിട്ട് ഒരു സ്ലൈറ്റ് ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു ലോയെ ടച്ച് ചെയ്യാനായിട്ട് ഒരുങ്ങിയെങ്കിലും സ്ട്രോങ് ആയിട്ടുള്ള ബയേഴ്സ്, അതായത് ലോങ് ഒരു നല്ലൊരു ലോങ് ഗ്രീൻ ബോഡിയോട് കൂടിയാണ് അന്നത്തെ ദിവസം ഫെബ്രുവരി 17 മൺഡേയിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. ഇന്നലെ മാർക്കറ്റ് നിങ്ങൾക്ക് നോക്കിയാൽ കൃത്യമായിട്ട് കാണാൻ പറ്റുന്ന വെച്ചാൽ ഈ ഒരു ലെവൽ, അതായത് ഇവിടെ ലോങ് ലോവർ വീക്ക് ഉള്ള ഒരു ക്യാൻഡിലാണ് ഡെയിലി ടൈം ഫ്രെയിമിൽ ഇന്നലത്തെ ദിവസം ഫോം ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് വെച്ചാൽ ഈ ഒരു എൻ്റയർ റീജിയനിൽ സ്ട്രോങ് ബയേഴ്സിന്റെ പ്രസൻസ് ഉണ്ടെന്നുള്ളതാണ് കാണിക്കുന്നത്. പക്ഷെ എന്നാലും മാർക്കറ്റ് സ്ട്രഗിൾ ചെയ്യുന്നു. കാരണം വെച്ചാൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കാര്യം വെച്ചാൽ ഇവിടെ ജനുവരി 27 ഈ ലെവൽ വന്നപ്പോഴത്തേനും അടുത്ത ദിവസങ്ങളിലെ ക്യാൻഡലുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ക്യാൻഡലുകൾ മുകളിൽ ഫോം ചെയ്താണ് മുന്നോട്ട് മാർക്കറ്റ് പോയത്. അതായത് ഒരു ബഡ്ജറ്റിന്റെ ആൻറ്റിസിപ്പേഷനിൽ പോയതാണ്. അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് ഒന്നിന് താഴെ ഒന്നായിട്ട് റെഡ് ക്യാൻഡലുകൾ തന്നെ ഇവിടെ വരെ വന്നു. അപ്പം ഈ ഒരു ലെവലിൽ നിന്ന് ഈ ഒരു റാലി, ഇതുപോലെ ഒരു റാലി ഇപ്പം ഇവിടെ സംഭവിക്കുന്നത്, അതായത് മാർക്കറ്റ് ഇവിടെ ഒന്ന് കൺസോളിഡേറ്റ് ചെയ്യുന്നതാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പം സ്ട്രോങ് ആയിട്ടുള്ള ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സ്ട്രോങ് ബയേഴ്സിന്റെ പ്രസൻസ് ഈ ഒരു എൻ്റെ റീജിയൻ, അതായത് 22,920-നും 22,776 ഈ ഒരു ലെവലിനിടയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ള ബയേഴ്സിന് സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് മാർക്കറ്റ് ഇപ്പം ഹോൾഡ് ചെയ്യുന്നത് ഈ ലെവലിൽ. അപ്പം നമുക്ക് ഇനി മാർക്കറ്റിന് ഒരു അപ്വേർഡ് മൂവ്മെന്റ് നിഫ്റ്റിക്ക് പോസിബിൾ ആവണമെങ്കിൽ നിഫ്റ്റി കംഫർട്ടബിൾ ആയിട്ട് 23,000 ലെവൽ ബ്രേക്ക് ചെയ്യണം. അപ്പം 23,000 ലെവൽ ബ്രേക്ക് ചെയ്ത് ഒരു ദിവസം ഒരു ഡെയിലി ടൈം ഫ്രെയിമുള്ള ഒരു ക്യാൻഡിലെങ്കിലും 23,000 ലെവലിന്റെ മുകളിലോട്ട് ക്ലോസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു നിഫ്റ്റിയുടെ ഒരു അപ്വേർഡ് മൂവ്മെന്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇന്നും വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ലെവലാണ് നിഫ്റ്റി ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പം ആ നിഫ്റ്റിയുടെ 5 മിനിറ്റ് ടൈം ഫ്രെയിമുള്ള ചാർട്ട് നമുക്ക് പോവാം. ഇതാണ് നിഫ്റ്റിയുടെ 5 മിനിറ്റ് ടൈം ഫ്രെയിമുള്ള ചാർട്ട്. അപ്പം ഈ 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കാര്യം ഈ 2 ദിവസമായിട്ട് ഒരു സിമിലർ ആയിട്ടുള്ള പാറ്റേൺ ആണ് നിഫ്റ്റിയിൽ കാണുന്നത്. അതായത് ഫെബ്രുവരി 14 ക്രിയേറ്റ് ചെയ്ത ലോയെ, അതിനുശേഷം തൊട്ടടുത്ത ദിവസം ഒരു സ്ലൈറ്റ് ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്ത് ആ ലോയെ ഒന്ന് ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അത് ബയേഴ്സ് സ്ട്രോങ് ആയിട്ട് അവിടെ വന്നു. അതിനുശേഷം ഒരു ഹയർ ലോ പാറ്റേൺ ക്രിയേറ്റ് ചെയ്താണ് നിഫ്റ്റി മൺഡേ, അതായത് ഫെബ്രുവരി 17 മൺഡേ മുകളിലോട്ട് പോയത്. മോർണിംഗിലെ സ്ലൈറ്റ് ഫോളിന് ശേഷം സ്ട്രോങ് ആയിട്ട് റിക്കവർ ചെയ്ത് ഒരു ഹയർ ലോ പാറ്റേൺ ക്രിയേറ്റ് ചെയ്താണ് മുകളിലോട്ട് പോയത്. അതിനുശേഷം അത് അന്നത്തെ ദിവസത്തിന്റെ ഡേ ഹൈ തന്നെ ക്ലോസ് ചെയ്തു. ഇന്ന് മാർക്കറ്റ് എക്സാക്ട്ലി ആ ഒരു പോയിന്റിൽ ഓപ്പൺ ചെയ്തു. അവിടെ നിന്ന് സ്ലൈറ്റ് ഫോളോ വന്നു മോർണിംഗില്. അതിനുശേഷം നിങ്ങൾ നോക്കിയാൽ കൃത്യമായിട്ട് കാണുന്നത് ഈ ഒരു ലെവൽ അത് സ്ട്രോങ് ആയിട്ട് ഹോൾഡ് ചെയ്യും, അതായത് ഈ ഒരു ലെവൽ. അപ്പം അത് തന്നെയാണ് അപ്പം ഇന്നലത്തെ PDയിൽ. അപ്പം ഇപ്പൊ നമുക്കൊരു കാര്യം അറിയാം, അതായത് ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് സ്ട്രോങ് സപ്പോർട്ടായിട്ട് റൈറ്റ് നൗ ആക്ട് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഒരു ലെവൽ, അതായത് ഇന്നലത്തെ ഈ ഒരു PDയിൽ എന്ന് പറഞ്ഞ ലെവൽ, അതായത് ഈ ലെവൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 22,806 എന്ന് പറഞ്ഞ ലെവല് 22,802, ഏകദേശം ഈ ഒരു ഇന്നലത്തെ ഡേ ലോ എന്ന് പറഞ്ഞ ലെവല് സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാതെ ഇന്നും കൂടെ നിൽക്കുകയാണെങ്കിൽ മുകളിലോട്ടുള്ള ഒരു അപ്വേർഡ് മൂവ്മെന്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അടുത്ത ദിവസങ്ങളിൽ. പക്ഷെ ഇന്ന് നടക്കുമെന്ന് പറയാൻ പറ്റത്തില്ല, ഉറപ്പൊന്നുമില്ല. പക്ഷെ എന്നാലും ഇന്നലത്തെ തന്നെ ഒരു പാറ്റേൺ, അതായത് വിരിഞ്ഞ മൺഡേ ഫെബ്രുവരി 17 മൺഡേത്തെ
ഹയർ ലോ പാറ്റേൺ തന്നെയാണ് ഇന്നലെയും മോർണിംഗിലെ ഫോളിന് ശേഷം നിഫ്റ്റിയിൽ നടന്നിരിക്കുന്നത്. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. അതായത് മോർണിംഗിലെ ഫോള്, അതിനുശേഷം ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, അതിനുശേഷം ഹയർ ലോ ഫോമിലാണ് ഇന്നലെ നിഫ്റ്റി പോയിരിക്കുന്നത് എൻഡ് ഓഫ് ഡേ വരെ. അതുകൂടാതെ ഇന്നലത്തെ ഡെയിലി റേഞ്ചിന്റെ 50% റീട്രേസ്മെന്റ് ലെവലിന് മുകളിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ എന്നാൽ നിങ്ങൾ ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി സ്ലൈറ്റ്ലി ഇന്നലത്തെ റേഞ്ചിന്റെ ഫിബിന്റെ 0.5 റിട്രേസ്മെന്റ് ലെവലിന്റെ കൃത്യം അതിന് അടുത്തായിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിഫ്റ്റി അപേക്ഷിച്ച് ബാങ്ക് നിഫ്റ്റി സ്ലൈറ്റ്ലി ഒരു ന്യൂട്രലായിട്ട്, അതായത് ബുള്ളിഷ് ടു ന്യൂട്രൽ എന്നുള്ള വേണമെങ്കിൽ പറയാം. നിഫ്റ്റി ആണെങ്കിൽ ഇന്നലത്തെ ക്ലോസിംഗ് വെച്ച് നോക്കുമ്പോഴത്തേനും ഒരു ബുള്ളിഷ് ക്ലോസിംഗ് ആണ് ഇന്നലത്തെ ഒരു ക്ലോസിംഗ് എന്ന് പറയുന്നത് നിഫ്റ്റിയുടെ. അപ്പം നിഫ്റ്റിക്ക് ഇന്ന് സപ്പോസ് ഇന്നിപ്പോ നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് ഈ പി ഡി എച്ചിന് പി ഡി സിക്ക് ഇടയ്ക്കാണല്ലോ. അതായത് നിങ്ങൾക്കറിയാം, ഇവിടെ പി ഡി എച്ചിനോട് ചേർന്നാണ് നിഫ്റ്റിയുടെ പി ഡി സി നിൽക്കുന്നത്. അപ്പം ഇന്ന് നിഫ്റ്റി ഇന്നത്തെ പോലെ തന്നെ ഈ ഒരു പി ഡി എച്ചിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ, ആദ്യത്തെ 5 മിനിറ്റ് ക്യാൻഡിൽ റെഡ് ക്യാൻഡിൽ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ അത് ഇവിടെ വരുമ്പോൾ പി ഡി സിയിൽ വരുമ്പോഴത്തേനും ഒരു അരമണിക്കൂറെങ്കിലും ഈ പി ഡി സിയിൽ സപ്പോർട്ട് എടുത്ത് നീക്കണം. അതിനുശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പി ഡി സി താഴെ 5 പോയിന്റ് SL ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കോൾ ഓപ്ഷൻ പ്ലാൻ ചെയ്യാം. പക്ഷെ ഒരു അരമുക്കാൽ മണിക്കൂറെങ്കിലും ഈ പി ഡി സിയുടെ മോണിൽ സസ്റ്റെയിൻ ചെയ്യുന്നതിൽ മാത്രം. ഇൻ കേസ് പി ഡി സി ബ്രേക്ക് ഡൗൺ ചെയ്യുവാണെങ്കിൽ യാതൊരു കാരണവശാലും ഉടനെ ചാടിക്കരുത്തിന് സി മേടിക്കരുത്. പിന്നെ നമുക്ക് ഉള്ള ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഒരു ട്രെൻഡ് ലൈനിൽ ഒരു സപ്പോർട്ട് ഉണ്ട്. അപ്പം ഈ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് നിഫ്റ്റി എടുക്കുവാണെങ്കിൽ നമുക്ക് ആ ലെവലിൽ മാർക്കറ്റ് റിവേഴ്സ് ആവുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കണം. അതായത് നിഫ്റ്റിയുടെ ഈ ഒരു, നിങ്ങൾക്ക് ഇപ്പം 2 ദിവസമായിട്ട് നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റുന്ന കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ അസെൻഡിങ് ട്രയാങ്കിൾ പാറ്റേൺ ആണ് ഇവിടെ ഫോം ചെയ്തിരിക്കുന്നത്. അസെൻഡിങ് ട്രയാങ്കിൾ പാറ്റേൺ, അസെൻഡിങ് സിമെട്രിക്കൽ പാറ്റേൺ അല്ല, സോറി, അസെൻഡിങ് ട്രയാങ്കിൾ പാറ്റേൺ നിഫ്റ്റി ഫോം ചെയ്യുന്നത്. അപ്പോഴത്തേക്കും ഇന്ന് നിഫ്റ്റിക്ക് ഈ അസെൻഡിങ് ട്രയാങ്കിൾ പാറ്റേൺ എന്ന് പറഞ്ഞൊരു ബുള്ളിഷ് പാറ്റേൺ ആണ്. അപ്പം ഈ ഒരു ട്രെൻഡ് ലൈനിന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാതെ നിഫ്റ്റി ഇന്ന് ഈ ഒരു റീജിയനിൽ ഇന്ന് നിൽക്കുവാണെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ഈ ഒരു ലെവലിൽ നിന്ന് മുകളിലോട്ട് ബ്രേക്ക് ഔട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ ഈ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യരുത്. ഇൻ കേസ് ഈ ട്രെൻഡ് ലൈൻ സപ്പോർട്ട് ബ്രേക്ക് ചെയ്താലും ഈ പറയുന്ന 22,802 എന്ന് പറയുന്ന ലെവലിൽ ഇന്ന് വീണ്ടും ഹോൾഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് നാളെ നമുക്കൊരു അപ്വേർഡ് മൂവ്മെന്റ് ഉള്ളൊരു ഹോപ്പ് ഉണ്ട്. പക്ഷെ എന്നാലും നിഫ്റ്റി ആസ് ഓഫ് നൗ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 23,000 ലെവലിൽ ഇപ്പൊ 2 ദിവസമായിട്ട് ഈ 3 ദിവസമായിട്ട് ഇപ്പം 23,000 ലെവലിന് താഴെയാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഒരു 23,000 ലെവൽ എന്ന് പറയുന്നത് നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു റെസിഡൻസ് ലെവലായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് യാതൊരു കാരണവശാലും അഗ്രസീവായിട്ട് നമുക്കൊരു കോൾ ഓപ്ഷൻ ബൈയിലോട്ട് പോകണമെങ്കിൽ നിഫ്റ്റി 23,000 ലെവലിന് മുകളിലോട്ട് ഒരു ദിവസം ക്ലോസ് ചെയ്ത് നിൽക്കാൻ നമുക്ക് നിഫ്റ്റി ഒരു റിവേഴ്സൽ ആയി എന്ന് പറയാൻ പറ്റത്തില്ലാത്തൊരു സിറ്റുവേഷനാണ് നിഫ്റ്റി നിൽക്കുന്നത്. ഇൻ കേസ് നിഫ്റ്റി ഇന്നിപ്പം ഈ പി ഡി എല്ലും ബ്രേക്ക് ഡൗൺ ചെയ്ത് പോവുകയാണെങ്കിൽ, പി ഡി എല്ലും ബ്രേക്ക് ഡൗൺ ചെയ്ത് 1/4 മണിക്കൂറെങ്കിലും പി ഡി എല്ലിന് താഴെയാണെങ്കിൽ വീണ്ടും ഒരു നിഫ്റ്റി ഒരു അൾട്രാ ബിയറിഷ് മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് നിഫ്റ്റിയുടെ ഇന്നത്തെ ഓപ്പണിംഗ് സിനാരിയോസ് നിങ്ങൾ നോക്കേണ്ടത് ഈ പി ഡി എച്ചിനും പി ഡി സിക്ക് ഇടയ്ക്കാണെങ്കിൽ നിഫ്റ്റി ഓപ്പൺ ചെയ്ത് നോക്കണം. അതിനുശേഷം ഈ പി ഡി സിയുടെ മുകളിൽ ഒരു 1/4 മണിക്കൂറുകൾ സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു ലെവൽ ബ്രേക്ക് ഔട്ട് ചെയ്ത് നിഫ്റ്റിക്ക് മുകളിലോട്ട് പോകാൻ പറ്റുള്ളൂ. ഈ പോയെങ്കിൽ തന്നെ നിഫ്റ്റിക്ക് തൊട്ട് മുകളിലായിട്ട് 23,080 എന്നൊക്കെ പറഞ്ഞ് സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവലുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കോൾ ഓപ്ഷനിൽ നിങ്ങളുടെ ഒരു പ്രൈസ് ആക്ഷൻ പാറ്റേൺ പ്രകാരം നിങ്ങൾക്ക് ഒരു എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ന്യായമായിട്ടുള്ള റിസ്ക് റിവാർഡിൽ നിങ്ങളുടെ പ്രോഫിറ്റുകൾ ബുക്ക് ചെയ്ത് മാറിയിരിക്കണം. കാരണം വെച്ചാൽ മുകളിൽ നിന്നും സ്ട്രോങ് ആയിട്ടുള്ള സെല്ലിങ് വരാനുള്ള പോസിബിലിറ്റി ഉള്ള ലെവലുകൾ നമുക്ക് മേളിൽ കിടപ്പുണ്ട്. അതുകൊണ്ട് കോൾ ഓപ്ഷൻ സൈഡിലോട്ട് നിങ്ങൾ എൻട്രി കിട്ടുമ്പോഴത്തേക്കും നിങ്ങൾ അധികം നേരം വെച്ചുകൊണ്ടിരിക്കരുത്. നിങ്ങൾ ന്യായമായിട്ടുള്ള റിസ്ക് റിവാർഡ് നിങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറണം. അതുപോലെ ബാങ്ക് നിഫ്റ്റിയുടെ കേസിൽ ഞാനിപ്പോൾ പറഞ്ഞ പോലെ ബാങ്ക് നിഫ്റ്റി ഇന്നലത്തെ റേഞ്ചിന്റെ ഒരു ഫിബിന്റെ 0.5 റിട്രേസ്മെന്റ് താഴെയാണ് ഏകദേശം ക്ലോസിംഗ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ഇൻ കേസ് ബാങ്ക് നിഫ്റ്റി ഈ ലെവൽ, അതായത് ബാങ്ക് നിഫ്റ്റിയുടെ പി ഡി സിക്ക് താഴെയാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ഇന്ന് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ
അത് സ്ലൈറ്റ്ലി നിഫ്റ്റിക്കും പുള്ളി ഈ ഒരു ലെവലിന് താഴോട്ട് പോകാൻ സാധ്യതയുണ്ട്. അതായത് ബാങ്ക് നിഫ്റ്റി അതിന്റെ ബേസിക്ക് താഴെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ, നിഫ്റ്റി അതിന്റെ ബേസിക്ക് താഴെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഒരു സപ്പോർട്ട് എടുക്കാതെ, അതായത് ഇന്നലത്തെ പോലെ തന്നെ മോർണിംഗിൽ ഒരു ഫോള്, ഇപ്പൊ ഈ 2 ദിവസം പാറ്റേൺ നോക്കിയെങ്കിൽ സെയിം പാറ്റേൺ, അതായത് മോർണിംഗിൽ ഒരു ഫോള്, അതിനുശേഷം ഹയർ ലോ പാറ്റേൺ ക്രിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുമായിരുന്നു 2 ദിവസം കൊണ്ട്. അപ്പൊ ഇന്നും ഈ പറഞ്ഞ പോലെ ഈ BDC എടുത്ത് ഓപ്പൺ ചെയ്തു, താഴോട്ട് വന്നിട്ട് പിന്നീട് ഇന്നലത്തെ 2 ദിവസത്തെ മിനിഞ്ഞാന്നത്തിന് ഒരു പാറ്റേണിൽ ഹയർ ലോ ഫോർമേഷന്റെ മുകളിലോട്ട് പോകുന്ന നിങ്ങൾ വാശിയാണ്. അപ്പം ഈ ഒരു പീരീഡിൽ റെസ്പെക്ട് ചെയ്യണം. ഈ ഒരു ലെവൽ ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ ഈ ഒരു പാറ്റേണും ആ സ്ട്രക്ചറും അവിടെ ബ്രേക്ക് ആവുമെന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് ഇന്ന് നിങ്ങളുടെ പ്രൈസേഷൻ സെറ്റപ്പ് വെച്ചിട്ട് നിങ്ങൾ എൻട്രികൾ പ്ലാൻ ചെയ്യുക. ഇന്ന് PDH മുകളിൽ ഒരു ഹ്യൂജ് ഗ്യാപ്പോ അല്ലെങ്കിൽ PDയുടെ താഴെ ഒരു ഹ്യൂജ് ഗ്യാപ്പ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഉടനെ ചാടിക്കറി എൻട്രി എടുക്കരുത്. ഒരു മണിക്കൂറെങ്കിലും നിഫ്റ്റിയുടെ ട്രെൻഡ് വാച്ച് ചെയ്ത ശേഷം മാത്രമേ ഒരു പ്രോപ്പറായിട്ടുള്ള സപ്പോർട്ടോ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് മാത്രമേ നിങ്ങൾ ഓപ്ഷനോ നിങ്ങൾ പ്ലാൻ ചെയ്യാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ലെവലിൽ ഈ പറഞ്ഞിരിക്കുന്ന സിനാറിയോസ് എല്ലാം ഇന്ന് ഈ ഒരു PDHനും BDCക്കും ഇടയ്ക്ക് ഓപ്പണിങ്, അല്ലെങ്കിൽ PDCക്കും PDLനും ഇടയ്ക്ക് ഓപ്പണിങ്, അല്ലെങ്കിൽ PDHനും BDSക്കും ഇടയ്ക്ക് ഓപ്പൺ ചെയ്തിട്ട് വീണ്ടും ഈ BDC കട്ട് ചെയ്ത് താഴെ പോവുകയാണെങ്കിൽ ഈ ട്രെൻഡ് സപ്പോർട്ട്, പിന്നെ അവിടെ നിന്ന് അത് ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ PDL സപ്പോർട്ട്. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെക്കുക. അപ്പം ഈ 2 ദിവസം ട്രെൻഡ് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. അതായത് മോർണിംഗിലെ ഫോള്, പിന്നീട് അതിന് ശേഷം ഒരു ഹയർ പാറ്റേണിൽ മുകളിലോട്ട് പോയി. അപ്പം ഇന്നും സിമിലർ ആയിട്ടുള്ള ഒരു പാറ്റേൺ നിഫ്റ്റി കാണിക്കുവാണെങ്കിൽ അതിനർത്ഥം നിഫ്റ്റിക്ക് സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഉണ്ട്, മുകളിലോട്ട് പോകാൻ തന്നെയാണ് നിഫ്റ്റി പരിശ്രമിക്കുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഇന്ന് ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ടും നിങ്ങൾ ഓപ്പണിംഗ് നിങ്ങളുടെ ട്രേഡുകൾ പ്ലാൻ ചെയ്യുക. ഹാപ്പി ട്രേഡ്.